നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ വെള്ളം കഴിഞ്ഞാലുടൻ അലാറം ഓൺ ആക്കുന്ന ഒരു സർക്യൂട്ടാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വാട്ടർ ടാങ്കിന് പകരം ഞാൻ ഈ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ സപ്ലൈ കൊടുക്കാനായിട്ട് ഈ 12 വോൾട്ട് ബാറ്ററിയുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി വേണ്ടത് ഒരു മോസ്ഫെറ്റ് ആണ്. ഇതിനായിട്ട് IRF-Z48 എന്ന മോസ്ഫെറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. മോസ്ഫെറ്റിന്റെ സോഴ്സ് ലെഗ് ബാറ്ററി നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി ഇതേപോലൊരു ബസർ നമുക്ക് ആവശ്യമുണ്ട്. ഇത് 12 വോൾട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബസറാണ് കേട്ടോ. ഈ ബസറിന്റെ പോസിറ്റീവ് ലെഗ് ഈ ഒരു ബാറ്ററി പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം. അതുപോലെ നെഗറ്റീവ് ഈ ഒരു മോസ്ഫെറ്റിന്റെ ഡ്രെയിൻ ലെഗുമായിട്ടും കണക്ട് ചെയ്യണം. നിങ്ങൾ ഇത് നിർമ്മിക്കുന്ന സമയത്ത് ഒരു സ്വിച്ച് ഇതിനു മുമ്പായിട്ട് ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ആവശ്യം ഇതേപോലെ 2 വയറുകളാണ്. ഈ വയറുകൾ ഈ ഒരു ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും അതുപോലെ മറു വയർ എന്ത് ചെയ്യുക, ഈ ഒരു മോസ്ഫെറ്റിന്റെ ഗേറ്റ് ലെഗുമായിട്ടും കണക്ട് ചെയ്യുക. ഈ 2 വയറുകളും ടാങ്കിനുള്ളിലേക്ക് ഇറക്കി വെക്കേണ്ടതാണ്. ഇനി ഈ ഒരു ഗ്ലാസ് ഒരു ടാങ്ക് ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അടുത്തതായിട്ട് നമുക്കൊരു റെസിസ്റ്റർ ആവശ്യമുണ്ട്. ഇതിനായിട്ട് 680K ഒരു റെസിസ്റ്ററാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ബാറ്ററി പോസിറ്റീവുമായിട്ടും അതുപോലെ ഈ ഒരു മോസ്ഫെറ്റിന്റെ ഗേറ്റ് പോയിന്റുമായിട്ടും ബന്ധിപ്പിക്കണം. ഇപ്പോൾ നമ്മളുടെ സർക്യൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വയർ പൊക്കുന്ന സമയത്ത് അലാറം അടിക്കുന്നതായിട്ട് കേൾക്കാം. അതായത് ഈ ഒരു വയറിൽ നിന്നും വെള്ളത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന സമയത്ത് അലാറം അടിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത്. ഇത് വാട്ടർ ടാങ്ക് ആണെങ്കിൽ ആ ഒരു വാട്ടർ ടാങ്കിലേക്ക് ഈ വയർ ഇറക്കി വെച്ചതിന് ശേഷം വാട്ടർ ടാങ്കിൽ വെള്ളം കഴിയുന്ന ആ ഒരു സമയത്ത് ഈ അലാറം അടിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ 12 വോൾട്ട് ബാറ്ററി ഇല്ല എങ്കിൽ ഇതേപോലെ 9 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.